സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഓ തുടങ്ങി. എന്റെ കർത്താവ് എന്നും പറയും, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നീ എന്തിനാ എപ്പോഴും ബൈബിള് വായിക്കുന്നത്? അതേ മോളെ, ഞാൻ എല്ലാ ദിവസം ബൈബിളൊക്കെ വായിക്കാറുണ്ടല്ലോ, അതുകൊണ്ടല്ല ഞാൻ ഇതുപോലെ സന്തോഷിച്ചൊക്കെ പോകുന്നത്. അതെങ്ങനാ? ബൈബിള് വായിക്കാതെ ഞാൻ സന്തോഷിച്ചാണല്ലോ ഇരിക്കുന്നത്. നീ എന്തിനാ എപ്പോഴും ഇവരുമായിട്ട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ പോട്ടെ അമ്മ, അവളെ കൊച്ചല്ലേ. നീ ഇങ്ങനെ അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു, വെറുതെ അവളെ നിന്നെ തലേ കയറി നിരങ്ങുന്നത്. അമ്മ പോവാണെ, കുർബാനയ്ക്ക് സമയം. ശരി മോനെ. പോവാടി. മോനെ ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ. ലൈസൻസ് ഒക്കെ ഉണ്ടോടാ? അമ്മ പോയോ? ആ പോയി. ഹായ്. ഹെൽമെറ്റൊക്കെ എന്തിയാടാ? ഹെൽമെറ്റൊക്കെ വെച്ച് ഓടിച്ചൂടാടാ. എടാ വെയിലൊക്കെ അല്ലേ. ആ എടാ, നീ വന്നോ? എടാ, നമുക്ക് കുർബാന കഴിഞ്ഞ് മന്തി കഴിക്കാൻ പോയാലോ? നൈസ്, നമുക്ക് പോവാം. രണ്ടൊരു കൊച്ചി കിടക്കുന്ന സമയായി. നീ എന്നാടാ കൊച്ചിനെ കണ്ട് നിർത്താതെ പോയത്? എടാ, അത് പിന്നെ കുർബാനയ്ക്ക് സമയമില്ല, അതാ ഞാൻ പെട്ടെന്ന്. ആ ശരിയെന്ന്. ജോണേ. ആ അച്ഛാ, ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴിപ്പോൾ സ്തുതിയായിരിക്കട്ടെ. വായോ. നീ നല്ല ദൈവവിശ്വാസിയല്ലേ? ആ അച്ഛാ, ഞാൻ എല്ലാ ദിവസം ബൈബിൾ വായിക്കാറൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് നീ ആൾക്കാരെയൊക്കെ സഹായിക്കാറുണ്ടോ? അത് പിന്നെ അച്ഛാ, ഞാൻ
ഓ, അപ്പൊ സഹായിക്കാറില്ല അല്ലേ? അതെ അച്ഛാ. മോനെ ജോണേ, ദൈവഭക്തി മാത്രം പോരാ, നമ്മൾ ആൾക്കാരെ സഹായിക്കുക ചെയ്യണം. പൗരബോധമൊക്കെ വേണം. നീ വരുന്ന വഴിക്ക് ഒരു കൊച്ചിനെ കണ്ടിരുന്നു. ആ കൊച്ചിനെ എന്താ നീ സഹായിക്കാനെ? ഒരു ക്രിസ്ത്യാനിയെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, സമൂഹത്തിനെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷമിക്കണം അച്ഛാ. ഇന്ന് ഞാൻ കുർബാനയ്ക്ക് സമയമുണ്ട്, പെട്ടെന്ന് വന്ന്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനിയെല്ലാം നോക്കിക്കണ്ട് എല്ലാരെയും സഹായിച്ചൊക്കെ ജീവിച്ചോളാം. എന്റെ തെറ്റുകളെല്ലാം തിരുത്തിക്കോളാം അച്ഛാ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഫാദർ ജോസ് ഇവിടെ ഉണ്ടോ? ജോണേ,